സഹോദരാ, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ചുമ്മാതെ കാണിക്കുന്ന ഷോയല്ല, നിലവിളിയല്ല, പ്രഹസനമല്ല. ദുആ എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കണം, നിന്റെ റബ്ബ് തരുമെന്ന്. എവിടെ കടന്ന് ചോദിച്ചാലും, എവിടെ കടന്ന് വിളിച്ചാലും എന്റെ റബ്ബ് തരുമെന്നുള്ള പ്രതീക്ഷ വേണം മോനെ. ഇതിനാ ദുആ എന്ന് പറയുന്നത്. വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ദുആയതാ. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ ആമീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തടോ. ഇതുപോലെ നീയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്താലാ അല്ലാഹു ഉത്തരം തരുന്നത്. ഇതുപോലെ ചോദിക്കുമ്പോഴാണ് മുസ്ലിം സമുദായമേ നമുക്ക് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമെന്തെന്നറിയോ? നിരാശയാടോ, നിരാശയാടോ. നമുക്കെല്ലാവർക്കും നിരാശയാ. ചോദിച്ചു മടുത്തു പടച്ചവരെ, ഇനി കിട്ടില്ല എന്ന് നമ്മൾ വല്ലാതെ നിരാശപ്പെടുകയാ. നിരാശ വൻപാപമാ. മഹത്തുക്കൾ പറയുന്നത് നിരാശ എന്ന് പറഞ്ഞ വൻപാപമാണ്. നിനക്ക് പടച്ചവനെ സമ്പത്ത് തരാൻ എന്റെ അല്ലാഹുവിന് കഴിവില്ലേ? നിനക്ക് വീട് തരാൻ അല്ലാഹുവിന് കഴിവില്ലേ? നിന്റെ രോഗം മാറ്റാൻ അല്ലാഹുവിന് കഴിവില്ലേ? നിനക്ക് മക്കളെ തരാൻ അല്ലാഹുവിന് കഴിവില്ലേ? സഹോദരാ, കഴിവുണ്ടോ? നിന്റെ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിക്ക്. മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ. ആ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി, മക്കളില്ല ഉസ്താദ്. സഹോദരാ, നിരാശയാടോ? ഇന്ന് നമുക്ക് നിരാശയാണ്. ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പമാണ്, ഭാര്യ പറയുന്നു ഭർത്താവിന്റെ കുഴപ്പമാണ്. പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരുകയാണ്. അവസാനം പടച്ചവനെ 30 35 40 45 ഇനി പ്രസവിക്കില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു. ആരാ പറഞ്ഞത്? 40 വയസ്സുള്ളവൾ, 50 വയസ്സുള്ളവൾ, 60 വയസ്സുള്ളവൾ പ്രസവിക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്നത്? മക്കളില്ലാത്ത പെങ്ങള്. അല്ലാഹ് പറഞ്ഞത് ചോദിച്ചാ ഉത്തരം തരുന്നവനാണ് അല്ലാഹ്. അല്ലാഹ് ചെയ്ത വാഗ്ദാനമാണ്. എന്നോട് ചോദിച്ചാ ഉത്തരം തരുമെന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉത്തരം കിട്ടാത്തതിന്റെ കാരണം നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല.